ഹായ് കൂട്ടുകാരെ, അങ്കിൾ ടോം ടേസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മുട്ട ദോശയാണ്. അതിനായിട്ടുള്ള ബാറ്റർ തലേ ദിവസം നമ്മൾ അരിയുടെ പകുതി ഉഴുന്നും അതുപോലെ 1 സ്പൂൺ ഉലുവായും കൂടി വെള്ളത്തിലിട്ട് ഒരു 8 മണിക്കൂർ കുതിർത്ത് നമ്മൾ വൈകുന്നേരം അരച്ചു വെച്ച മാവ് പിറ്റേ ദിവസം രാവിലെ ദോശ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന മാവാണിത്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പയിലേക്ക് വെച്ചു, ഗ്യാസ് കത്തിച്ചു. ഇനി ആ ചൂടൊന്ന് ക്രമീകരിക്കുന്നതിനായിട്ട് ഒരു കുമ്പിൾ വെള്ളം നമുക്കൊന്ന് തളിച്ചു കൊടുക്കാം ആ തവയുടെ മുകളിലേക്ക്. ഇതുപോലെ പരന്ന ഒരു ദോശക്കല്ല് വെക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ ഉപ്പ് പാകത്തിന് 1 സ്പൂൺ ഉപ്പ് അതിനകത്തേക്കിട്ട് ഒന്ന് ഇളക്കി ഒരു 1.5 തവിയോളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാം. ഷേപ്പിൽ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. കണ്ടോ, ഇതുപോലെ. നമുക്കത് വേകുന്നതിനായിട്ട് 2-3 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. രണ്ട് 3 മിനിറ്റായി. ഞാനത് തുറന്ന് നോക്കിയതിന് ശേഷം നമുക്ക് കഴിഞ്ഞ ദിവസം ഞാൻ തക്കാളി ചട്നി ഉണ്ടാക്കിയില്ലേ, ആ ചട്നി ഒരു 2 സ്പൂൺ നമുക്ക് ഈ ദോശയുടെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി അതിന് ശേഷം നമുക്ക് ആ ചട്നിയുടെ മുകളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഇങ്ങനെ പതുക്കെ പൊട്ടിച്ച് അതിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം ആ മുട്ടയും ആ ചട്നിയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ദോശയുടെ മുകൾ മുഴുവൻ നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് ആ മുട്ടയും ആ ചട്നിയും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ആ ദോശയുടെ മുകളിൽ മുഴുവൻ വരുന്ന വിധത്തിൽ നമുക്ക് മിക്സ് ചെയ്ത് ഇതൊന്ന് നിരത്തി കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ആ ദോശയുടെ മുകളിലെ എല്ലാ സ്ഥലത്തും നമ്മൾ മിക്സ് ചെയ്ത ആ മുട്ടയും ചട്നിയും എത്തണം. കണ്ടോ, ഇങ്ങനെ. മീഡിയം ഫ്ലെയിമിലായിരിക്കണം നമ്മളുടെ ചൂട് ക്രമീകരിച്ച് വെക്കേണ്ടത്. ചൂട് കൂടിയാൽ അത് കരിഞ്ഞു പോകും, കുറഞ്ഞാലത് വെന്ത് കിട്ടണ്ടേ നമുക്ക്. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ചൂട് ക്രമീകരിക്കാം. അപ്പം അത് എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട്. ഇപ്പം ഏകദേശം അടിഭാഗം വെന്തിട്ടുണ്ട്. നമുക്ക് പതുക്കെ സൂക്ഷിച്ച് പൊട്ടിപ്പോകാതെ പതുക്കെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ മറിച്ചിട്ടു. നമ്മുടെ അടിവശം കൂടി ഒന്ന് വെന്ത് കിട്ടാനായിട്ട് നമ്മൾ മറിച്ചിട്ടു. നമ്മുടെ ദോശയുടെ
അടിവശവും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടോ, നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ദോശ. നമുക്ക് അടുത്തതും കൂടി ഉണ്ടാക്കിയെടുക്കാം. അപ്പം അടിയിൽ കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ എണ്ണയോ ഒക്കെ തൂത്ത് കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഞാനിപ്പോൾ അതൊന്നും തൂക്കുന്നില്ല. ആ ചൂട് ക്രമീകരിക്കാനായിട്ട് ഞാൻ ഇച്ചിരി വെള്ളം കുടഞ്ഞു കൊടുത്തു. ഇതിന് ശേഷം നെയ്യോ ബട്ടറോ എണ്ണയോ ഒക്കെ നമുക്ക് തൂത്ത് കൊടുക്കാം, ടേസ്റ്റ് കൂടും. ഞാനിപ്പോൾ ഇതൊന്നും ചെയ്യുന്നില്ല. നേരത്തെ പോലെ തന്നെ ഒരു 1 തവി മാവ് ഒഴിച്ചു കൊടുത്തു. ഇനി അത് ഇതുപോലെ നന്നായിട്ട് പരത്തിയെടുക്കാം. ശേഷം 1-2 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് വെന്ത് കിട്ടാനായിട്ട് ജസ്റ്റ് 1-2 മിനിറ്റ് ഒന്ന് മൂടി കൊടുക്കാം. തുറന്നതിന് ശേഷം നമുക്ക് നമ്മുടെ തക്കാളി ചട്നി അതിൻ്റെ മുകളിലേക്ക് 2 സ്പൂൺ വെച്ച് കൊടുക്കാം. അതിനുശേഷം അതിനോട് ചേർന്ന് തന്നെ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി അത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. മുട്ടയും ആ ചട്നിയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നേരത്തെ പോലെ തന്നെ നമുക്ക് ആ ദോശയുടെ മുകളിൽ മുഴുവനും തേച്ച് പിടിപ്പിക്കാം. നമുക്ക് ഈ ദോശയ്ക്ക് നമുക്ക് പ്രത്യേകിച്ച് കറി വേണമെന്നൊന്നുമില്ല. ഇനി അത് വേണമെങ്കിൽ നമ്മുടെ തക്കാളി ചട്നി ഉണ്ടല്ലോ നമ്മളുടെ കയ്യിൽ, ആ തക്കാളി ചട്നി ചേർത്ത് കഴിക്കാം. നമുക്ക് വേണമെങ്കിൽ തക്കാളി ചട്നി സൈഡിൽ വെച്ച് മുട്ടയും ചട്നിയൊക്കെ ഇങ്ങനെ പരത്തി കൊടുക്കുന്നത് കൊണ്ട് ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നും ഇല്ല. വേണമെങ്കിൽ നമുക്ക് ചട്നി കൂട്ടി കഴിക്കാം. ഉണ്ടോ, വളരെ സിമ്പിളല്ലേ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മുട്ട ദോശയാണിത്. നമ്മൾ ദോശയും ഇഡ്ഡലിയൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്നതല്ലേ, ഒരു വെറൈറ്റി ദോശ അല്ലേ, ഒരു വെറൈറ്റി ദോശ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്കത് പതുക്കെ മറിച്ചിട്ട് കൊടുക്കാം. വളരെ എളുപ്പമാണ്. ഇപ്പം നമ്മളുടെ ദോശ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നേരത്തെ പോലെ തന്നെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി. അങ്ങനെ നമ്മളുടെ സ്വാദിഷ്ടമായ മുട്ട ദോശ റെഡി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വേറൊരു വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതാണ്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.